അതിൻ്റെ ഉള്ളിൽ നിന്നാണ് മറ്റേ ഫ്രീ കിറ്റ് കൊടുക്കുന്നത്. ഫ്രീ കിറ്റ് കൊടുക്കുന്ന ഏകദേശം തിരക്ക് കഴിഞ്ഞു. ഇതിപ്പോൾ ഇത് മെയിൻ റെസ്റ്റോറൻറ്റ് ഒപ്പമുള്ള സ്ഥലത്തെ. ഇത് ആൾക്കാർ നോമ്പ് തുറക്കുന്ന സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വെറുതെ കൊടുക്കുന്നു. പൈസക്കല്ല കേട്ടോ, ഫ്രീ കൊടുക്കുന്നതാണ്. എല്ലാവർക്കും ഓരോരോ കവറിലിട്ടിട്ട് ഈ ഐറ്റമെല്ലാം കൊടുക്കും. അതിൻ്റെ ഈ ജ്യൂസും കൊടുക്കും. എല്ലാ ആൾക്കാർ നിന്നതാണ്. ഡെയിലി ഇതന്നെ മതി മണ്ണൻകുഴി ആജിക്ക് സ്വർഗത്തിൽ പോകാൻ. ആണും കൊണ്ട് പെണ്ണും കൊണ്ട് എല്ലാ ക്യൂനുണ്ട്. ഇതേപോലെ പാളയത്തും പിന്നെ കഴക്കൂട്ടം വലിയ ലുലു സെൻറ്ററിൻ്റെ അടുത്ത് ഓരോ വലിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആടെ ഇങ്ങനെ ആൾ കൂടിയിട്ട് സാധനം വാങ്ങിക്കൊണ്ടുണ്ട്. ഇതായിട്ട് ഇതൊരു നോമ്പ് തുറന്നെങ്കിലും ക്യൂ ഉണ്ടാവും. ഇത് ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാ ജാതിയിലുള്ള ആളുമുണ്ട്. ഇന്നലെല്ലാം ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇതെല്ലാം ഭയങ്കരമായിട്ട് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു. വല്ലാത്തൊരു സംഭവം. കേരളത്തിലെല്ലാം ഫസ്റ്റ് ടൈമാണ് ഇത്. വർഷങ്ങളായിട്ട് ഉള്ളതാണ് ഇത്. ഇന്നലെ മിഞ്ഞാന്നത്തെ നോമ്പിന് തുടങ്ങിയൊന്നുമല്ല. എല്ലാ വർഷവും നോമ്പിന് ഇതുണ്ട്, ഈ പരിപാടിയുണ്ട്. ഇവർക്ക് കൊടുക്കേണ്ട സാധനമെല്ലാം ഞാനാണ് കൊണ്ടുവരുന്നത്. അതിന് എനിക്കൊരു ബെനിഫിറ്റ് നോക്കാനായിരുന്നു ഫയറെല്ലാം ഉണ്ടാവും തോന്നുന്നു. 4 മണിയാകുമ്പോൾ എല്ലാ സാധനവും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് സെറ്റാക്കും. വേറെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. നല്ല ഇതുണ്ട്, എന്തെങ്കിലും വലിയ കയറുണ്ട്, സന്തോഷമുണ്ട് ഇതെല്ലാം കാണുമ്പോൾ ഉണ്ടല്ലോ. ഇവിടെ റെസ്റ്റോറൻറ്റ് തുറക്കുന്നത് 7 മണിക്ക്, 1 മണി 2 മണി. പിന്നെ ഞങ്ങൾക്ക് സ്റ്റാഫിനെല്ലാം ഇവിടെ കാണുന്ന ഗ്രാൻഡില്ലേ, ഗ്രാൻഡിൻ്റെ ഉള്ളിലാണ്. ഹിന്ദിക്കാർക്കെല്ലാം ഇന്ത്യയും മേലെയുണ്ട്, ബംഗാളികൾക്ക്, മുസ്ലിം ബംഗാളികൾക്ക്. 7 മണിയാകുമ്പോൾ ഇവിടെ തുറക്കും റെസ്റ്റോറൻറ്റ് കച്ചവടത്തിന് വേണ്ടിയിട്ട്. അത് 1 മണി വരെ 2 മണി വരെ എല്ലാം ഉണ്ടാവും. പിന്നെ നോമ്പറന്ന പാടെല്ലാം ഫുഡും കഴിഞ്ഞിട്ട് പിന്നെ പത്തൽ, ഇടിയപ്പാത്തി ഇതെല്ലാം ആയിട്ട് 7:30 മണിക്ക് സ്റ്റാർട്ടാവും ക്യാൻറ്റീനിൽ. അത് 4:30 5 മണി വരെ ഉണ്ടാവും, അത്താഴം വയ്ക്കുന്നവരെ. എന്ത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ പോയിട്ട് കഴിക്കാം. വല്ലാത്തൊരു ആൾക്കാരെല്ലാം വന്നുകൊണ്ടുണ്ട്. വല്ലാത്തൊരു കുതിരത്തിനല്ലേ. റസീൻ്റെ കാക്കാൻ്റെ ഹോട്ടൽ ഇത്, മണ്ണൻകുഴി ആജിൻ്റെ.